പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ബാങ്കുകൾ കറൻസി ഇല്ലാതെ ഗുരുതര പ്രതിസന്ധിയിൽ. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിനും കളക്ടർമാർക്കും ബാങ്കുകൾ കത്ത് നൽകി. പണമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ അക്രമാസക്തരായേക്കുമെന്നും ബാങ്കുകൾ കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. വിശദാംശങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, ആ കത്തിന്റെ ഉള്ളടക്കമെന്ത്, അത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, ശമ്പള ദിനത്തിന് തൊട്ടു മുമ്പ് സംസ്ഥാനത്തെ അസോസിയേറ്റ് ബാങ്കുകളുടെ മാനേജർമാർ അതത് ജില്ലകളിലെ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും അയച്ച കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ബാങ്കുകളിൽ കറൻസി ഇല്ല. ആ സാഹചര്യത്തിൽ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു. ബാങ്കുകൾ പൂട്ടിയിടേണ്ട അവസ്ഥയാണുള്ളത്. നിക്ഷേപകർക്ക് പണം നൽകാൻ തൽക്കാലം ബാങ്കുകളിൽ കറൻസി ഇല്ല. ഈ സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ബാങ്ക് മാനേജർമാരുടെ കത്ത്. ബാങ്കുകൾ നേരിടുന്ന ഗുരുതര പ്രതിസന്ധി കത്തിൽ വ്യക്തമാണ്. ചെക്കുകൾ നൽകുന്നവർക്ക് പണം നൽകാൻ ഇപ്പോൾ ബാങ്കുകളുടെ കൈവശം കറൻസി ഇല്ല. റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള പരിധിയായിട്ടുള്ള 24,000 രൂപ പോലും ഉപഭോക്താക്കൾക്ക് നൽകാൻ സാഹചര്യമില്ല. ഈ സാഹചര്യത്തിൽ പല ബാങ്കുകളിലും നിക്ഷേപകർ അക്രമാസക്തരാകുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് സംരക്ഷണം നൽകണം. കറൻസി ഇല്ലാത്ത ബാങ്കുകൾ പൂട്ടിയിടുന്നതിന് അനുവാദം നൽകണം. പൂട്ടിയിടുന്നതിന് ബാങ്കുകൾക്ക് തീരുമാനമുണ്ട്. അത്തരം ബാങ്കുകൾക്ക് സംരക്ഷണം നൽകാൻ കൂടി പോലീസ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ബാങ്കുകളുടെ മാനേജർമാർ കത്തയച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന കത്ത് കോഴിക്കോട് റീജിയണൽ കാനറ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ കോഴിക്കോട് ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും നൽകിയ കത്താണ്. സമാനമായ രീതിയിൽ അസോസിയേറ്റ് ബാങ്കുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. എല്ലാ ജില്ലകളിലും ബാങ്കുകളുടെ മാനേജർമാർ ഇത്തരം കത്തുകൾ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും നൽകുകയാണ്. സംസ്ഥാനത്തെ ബാങ്കുകൾ നേരിടുന്ന കറൻസി ഇല്ലായ്മയുടെ ആഴം, പ്രതിസന്ധി ഈ കത്തിൽ നിന്ന് വ്യക്തമാണ്. അജിംഷാദ്, ഒപ്പം ഈ കറൻസിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഷോർട്ടേജ് അസോസിയേറ്റ് ബാങ്കുകൾക്ക് മാത്രമാണുള്ളത്. ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഇത്തരത്തിലൊരു ഷോർട്ടേജ് ഇല്ല എന്നും അറിയാനാകുന്നുണ്ട്. സജേഷ്, തീർച്ചയായും ഷാദെ, ഇക്കാര്യത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് HDFC, ICICI തുടങ്ങിയ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് താരതമ്യേന പ്രതിസന്ധി കുറവാണ്. ഇക്കാര്യത്തിൽ കറൻസി കൂടുതലായി റിസർവ് ബാങ്കിൽ നിന്ന് ഇത്തരം ബാങ്കുകളിൽ എത്തുന്നുണ്ട്. അതേസമയം കേരളത്തിൻ്റെ ലീഡ് ബാങ്കാണ് കാനറ ബാങ്ക്. കേരളത്തിൻ്റെ ലീഡ് ബാങ്കും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഗ്രാമീണ ബാങ്കുകളിലേക്ക് പണം എത്തേണ്ടതും കാനറ ബാങ്കിൽ നിന്നാണ്. അത്തരം ബാങ്കുകളെല്ലാം റിസർവ് ബാങ്ക് അവഗണിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം ബാങ്കുകളിലേക്ക് പണം എത്തുന്നില്ല. അസോസിയേറ്റ് ബാങ്കുകൾ ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ്. ഈ മാനേജർമാരുടെ കത്തും. എന്നാൽ അത്തരമൊരു പ്രതിസന്ധി ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഇപ്പോൾ ബാധിക്കുന്നില്ല. റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ പക്ഷപാതിത്വം കാണിക്കുന്നുണ്ടെന്ന് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും നമ്മളോട് പറയുകയുണ്ടായി. അജിംഷാദ്, ശരി സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായ പ്രതിസന്ധിയാണ് ബാങ്കുകൾ നേരിടുന്നത്. സംസ്ഥാനത്തെ ബാങ്കുകൾ കറൻസി ഇല്ലാതെ ഗുരുതര പ്രതിസന്ധിയിലാണ്. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിനും കളക്ടർമാർക്കും ബാങ്കുകൾ നൽകിയ കത്തിന്റെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് MR സജേഷ് നൽകിയത്.